നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ മുഖ്യ വിപണികളിൽ റബ്ബർ ലഭ്യത ചുരുങ്ങിയത് ഉൽപ്പന്ന വിലയിൽ ഉണർവുളവാക്കി. ഓഫ് സീസൺ ആയതിനാൽ ഉൽപ്പാദകർ തോട്ടങ്ങളിൽ നിന്ന് പിന്മാറിയത് ലാറ്റക്സ് ലഭ്യത കുറച്ചു. ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ ലാറ്റക്സ് വില 136 രൂപയായി ഉയർത്തി. ഒട്ടുപാലും ഇതേ നിരക്കിൽ കൈമാറ്റം നടന്നു. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 216 രൂപയിൽ വിപണനം നടന്നു. രാജ്യാന്തര റെഡി അവധി വിപണികളിലും നേട്ടത്തിലാണ് വ്യാപാരം നടന്നത്. ചലനമില്ലാതെ വെളിച്ചെണ്ണ കൊപ്ര വിലകൾ. തമിഴ്നാട് നാളികേര ഉൽപ്പന്നങ്ങളിൽ താൽപ്പര്യം കാണിച്ചതോടെ കാങ്കയത്ത് വെളിച്ചെണ്ണ വില ക്വിൻ്റലിന് 350 രൂപ വർദ്ധിച്ചു. അവിടെ കൊപ്ര വില പക്ഷേ 100 രൂപ മാത്രമാണ് കയറിയത്. അയൽ സംസ്ഥാനത്ത് നിന്നുള്ള അനുകൂല വാർത്തകൾ കേരളത്തിൽ വെളിച്ചെണ്ണ കൊപ്ര വിലയിൽ ചലനം ഉളവാക്കിയില്ല. കൊച്ചി അടക്കമുള്ള വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങൾ സ്റ്റഡി നിലവാരത്തിൽ നീങ്ങി. ഉൽപാദന മേഖലയിൽ രാവിലെ നടന്ന ഏലക്ക ലേലത്തിൽ ചരക്ക് ശേഖരിക്കാൻ വിദേശ വ്യാപാരങ്ങൾ ഉറപ്പിച്ചവർക്ക് പുറമെ ആഭ്യന്തര ഇടപാടുകാരും അണിനിരന്നതോടെ വിൽപ്പനയ്ക്ക് എത്തിയ ചരക്ക് പൂർണ്ണമായും വിറ്റഴിഞ്ഞു. മൊത്തം 29,684 കിലോ ഏലക്കയാണ് ലേലത്തിന് വന്നത്. മികച്ച ഇനങ്ങൾ കിലോ 2,699 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,359 രൂപയിലും ലേലം ഉറപ്പിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.